അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്നൊക്കെ ഉണ്ടാക്കണമെന്ന് നിന്റെ തന്ത വിചാരിച്ച കാലത്ത്, അല്ലെങ്കിൽ വാഴ വെക്കണമെന്ന് നിന്റെ തന്ത ആലോചിച്ച കാലം മുതൽ മുസ്ലിം ലീഗ് ഇവിടുത്തെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ, അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സത്യം പരമാർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വന്നിട്ട് കുരയ്ക്കാൻ. ഇനി കുരച്ച പട്ടികൾ ആരൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. അതേ സംഖ്യകളെ ലീഗ് ഭരിക്കും, ലീഗ് ഭരിക്കുക തന്നെ ചെയ്യും. 4 മുതൽ 5 മന്ത്രിസ്ഥാനം വരെ ലീഗിന് കിട്ടുകയും ചെയ്യും. നീയൊക്കെ ശാഖയിൽ കുണ്ടനടിച്ച് മെഴുകി ഇരിക്കും. അല്ലാണ്ട് ഒരു തേങ്ങയും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിനക്കൊക്കെ ഒരു കുത്തിക്കഴപ്പങ്ങ് കയറുന്നില്ലേ? അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഇനി അതല്ലെങ്കിലും ലീഗിൻ്റെ മന്ത്രിമാർ വരികയും ചെയ്യും. ലീഗ് ഈ പറഞ്ഞ ഭരണത്തിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും. നീ ഒന്നും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഈ തുള്ളിത്തെറിച്ചുണ്ടായിട്ടുള്ള സംഖ്യകൾ ഇപ്പോൾ ഇടുന്ന പോസ്റ്റുകൾ, ഞാൻ പോസ്റ്റുകൾ കാണിച്ചു തരാം. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ആ ഒരു നിമിഷം മുതൽ സംഖ്യകൾ കുത്തിയിരുന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിൽ? അവരെ സോഷ്യൽ മീഡിയയിൽ. എങ്ങനെയെങ്കിലും ലീഗ് മുസ്ലിങ്ങൾ വരുന്നതാ, ഹിന്ദുക്കളെ നിങ്ങൾ തീരാൻ പോകുന്നു എന്നുള്ളൊരു ആ ഒരു പേടി ഹിന്ദുക്കളിൽ കൊണ്ടുവന്നിട്ട് ഉണർത്തിക്കൊണ്ടിരിക്കുക ഹിന്ദുക്കളെ. ഏതാണെങ്കിലും ഈ രാജ്യത്ത് സംഖ്യകൾ ഉണ്ടായത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. സംഖ്യകൾക്ക് ഇത്ര വിഷം വെച്ച് കൂടിയ ഇനങ്ങളായിട്ട് വന്നതെങ്കിലും ഈ രാജ്യത്ത് മുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യനൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ടല്ലടോ ഒരു UDFൻ്റെ ഭരണം വരുന്നത്, കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വന്ന കാലം മുതൽ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിൻ്റെ ഭാഗത്തുമാണ്. അന്നു മുതൽ ഇഷ്ടം പോലെ മന്ത്രിമാർ ഈ ലീഗിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. CH മുഹമ്മദ് കോയ കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസവും വ്യവസായവും അല്ലെങ്കിൽ പൊതുമരാമത്തും അങ്ങനെ പലതും ലീഗ് ഭരിച്ചിട്ടുമുണ്ട്. ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. 2014 മുമ്പ് ഈ പറഞ്ഞ, അതായത് 2016 ശേഷമാണല്ലോ 10 വർഷമായിട്ട് UDFന് ഭരണം ഇല്ലാണ്ടായത്. അതിൻ്റെ മുമ്പ് 5 കൊല്ലം മാറിയുള്ള ഭരണത്തിൽ എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞ ലീഗ് മന്ത്രിമാരായിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അന്നൊക്കെ, അതായത് 2016 മുമ്പ് ഉണ്ടായിരുന്ന ലീഗ് മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞ കാലത്ത് ഇപ്പം ഈ കിടന്ന് കുരച്ച് ചുമച്ച് കഷ്ടപ്പെട്ട് വിഷം ചീറ്റുന്ന ഈ വൃത്തികെട്ട സംഘിക്കൂട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ഇവൻ്റെയൊക്കെ തന്തയും തള്ളിയും വാഴ വെക്കണോ അതോ ഇവനെ ഉണ്ടാക്കണോ എന്ന് ചിന്തിച്ച കാലം മുതൽ ലീഗ് ഇവിടെ ഭരണസഭയിലും മന്ത്രിസഭയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നൊക്കെ നിന്റെ മുട്ടത്തോട് പോലും തലയിൽ മാറാത്ത കാലത്ത് ലീഗ് ഇവിടെ ഭരിച്ചിട്ടുമുണ്ട്. അതൊന്നും അറിയാണ്ട് ഇപ്പം വന്ന് 4 ഈ വിഷം കെട്ടി ചീറ്റിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അണ്ടിക്ക് കിട്ടുന്ന തരിപ്പിൻ്റെ സുഖം ഉണ്ടല്ലോ, അതിവിടെ നടക്കില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് എന്ത് കഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അടിച്ച് നിന്നൊക്കെ പൂട്ടാനുള്ള കഴിവ് ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശനുണ്ട്. അതിൻ്റെ താഴോട്ട് വരുന്ന മന്ത്രിമാർക്കും ലീഗ് മന്ത്രിമാർക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നീയൊക്കെ അങ്ങോട്ട് കുത്തിക്കഴപ്പ് കാണിച്ച് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അങ്ങോട്ട് ഉണർത്താൻ നോക്കുന്നുണ്ടല്ലോ. നീയൊക്കെ ഉണരുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നീയൊക്കെ ബീജമായിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ മുസ്ലിം ലീഗ് ഭരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വന്നിട്ടുണ്ട്. നീയൊക്കെ അറിയോ 1967 ഈ ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മന്ത്രിസഭയിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടിയെങ്കിലും പിന്നെ കോൺഗ്രസിൻ്റെ കൂടോട്ട് വരുന്നതും CH മുഹമ്മദ് കോയ ഈ പറഞ്ഞ ഒരു മന്ത്രിസ്ഥാനത്തോട്ട്, അതായത് ഒരു ലീഗിൻ്റെ മുഖ്യമന്ത്രി ആകുന്നതിൻ്റെ മുമ്പ് ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നതും അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് വന്നതും അതിനുശേഷം ഡെപ്യൂട്ടി CM ആയിട്ട് വന്ന കാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. 1967 CPIMൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിലോട്ട് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി വരുന്നത്. ആ സമയം മുതൽ 1973 വരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് CH മുഹമ്മദ് കോയ ആദ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് 1977 ആയപ്പോഴേക്കും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മാറി. അത് കഴിഞ്ഞ് 1979 കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് CH മുഹമ്മദ് കോയ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 1980, അതായത് 81 മുതൽ 83 വരെ വീണ്ടും കേരളത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് CH മുഹമ്മദ് കോയ വരുന്നുണ്ട്. ഈ ചരിത്രമൊക്കെ നിനക്കറിയോ? നിൻ്റെയൊക്കെ തന്തമാർ വരെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നൊന്നും അറിയോ നിനക്ക്? അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഏതൊക്കെ UDF മന്ത്രിസഭകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഈ IUMLൻ്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പലരും മാറി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നീയൊക്കെ ഇപ്പോൾ കുഞ്ഞാപ്പ എന്നും വിളിച്ച് കളിയാക്കി, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടീനെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞാലിക്കുട്ടി 1991 മുതൽ, അതായത് 1991 മുതൽ 96 വരെയുള്ള കരുണാകരൻ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിട്ട് ഒരു പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല. അത് കഴിഞ്ഞ് 2001 മുതൽ 2005 വരെ ആന്റണി മന്ത്രിസഭയിൽ വീണ്ടും വ്യവസായ മന്ത്രിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ മറ്റ് മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് കേട്ടോ. വിദ്യാഭ്യാസവും പൊതുമരാമത്തും ഒക്കെ ഏറ്റെടുത്ത് നല്ല വൃത്തിക്ക് ചെയ്തു കൊടുത്ത് കേരളത്തിൽ ഇത്രയും നല്ല റോഡുകൾ ഉണ്ടാക്കാം എന്ന് കാണിച്ചു കൊടുത്തത് MK മുനീറാണ്. ഇന്ന് പൊതുമരാമത്ത് MK മുനീറിൻ്റെ കയ്യിലുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ അണ്ടറിലും ലീഗിൻ്റെ 5 മന്ത്രിമാരുണ്ടായിരുന്നു.
ഈ സമയത്തൊന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാം കൂടെ മുസ്ലിങ്ങൾക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അന്ന് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ട്. 2014 ശേഷം എന്നാണോ ചക്കക്കുരു എന്നും പറഞ്ഞൊരു സാധനം പ്രതിഷ്ഠ കൊണ്ടുവന്നതും അതിനുശേഷം രാജ്യത്തെ ഈ അവസ്ഥയിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നും പറഞ്ഞ് മൂന്നായിട്ട് വിഭജിച്ച് ഭരിക്കാൻ നീയൊക്കെ പഠിച്ച അന്ന് മുതൽ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നിട്ടുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നീയൊക്കെ ഇവിടെ കിടന്ന് എന്ത് കുത്തിക്കഴപ്പ് കാണിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ, ഞാൻ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്നത് ഇതൊന്നും അറിയാത്ത കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം പാരമ്പര്യം കാണിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ ഒരു കുടുംബ പാരമ്പര്യമോ ഒരു തരത്തിലുള്ള പാരമ്പര്യം ഇത് വെറും ശാഖാ കുണ്ടനടി പാരമ്പര്യം മാത്രമായിട്ട് നടക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞത്. എന്ന് മുതലാണ് മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ വന്നത് എന്നുള്ളതും അന്നൊന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്നൊക്കെ ഉണ്ടാക്കണമെന്ന് നിന്റെ തന്ത വിചാരിച്ച കാലത്ത് അല്ലെങ്കിൽ വാഴ വെക്കണമെന്ന് നിന്റെ തന്ത ആലോചിച്ച കാലം മുതൽ മുസ്ലിം ലീഗ് ഇവിടുത്തെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സത്യം പരമാർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വന്നിട്ട് കുരയ്ക്കാൻ. ഇനി കുരച്ച പട്ടികൾ ആരൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി എന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പോസ്റ്റ് വന്ന മുതൽ നമുക്ക് BJP കേരള എന്നും പറഞ്ഞ പേജിൽ തിരിച്ചും മറച്ചും പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുക. അടുത്ത 5 കൊല്ലം നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ കാണുന്നത് വി.ഡി. സതീശനാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ നടത്താൻ പോകുന്നത് പാണക്കാട്ട് നിന്നായിരിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവന്മാർ വെക്കുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പരമകുണ്ടനായിട്ടുള്ള ആരിഫ് കുണ്ടൻ ഇട്ട പോസ്റ്റുകൾ സഹിക്കുന്നില്ല. അവൻ തിരിച്ചും മറച്ചും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. മുസ്ലിം ലീഗിനെ പട്ടിയായിട്ടും പട്ടി പാർട്ടിയായിട്ടും വരെ അവൻ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള അമീർ വി.ഡി. സതീശൻ സാഹിബിന് അഭിവാദ്യങ്ങൾ, അവൻ്റെ ഒരു പോസ്റ്റാണ്. പിന്നെ ഏഷ്യാനെറ്റിൽ തിരിച്ചും മറച്ചും ഒളിയമ്പുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവസാന നിമിഷം ലീഗിന് ഗാർഗയുടെ കോൾ, തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്ന ചോദ്യം സതീശനൊപ്പം തന്നെയാണെന്ന് ഉറച്ച നിലപാടിൽ ലീഗ് വ്യക്തമാക്കി. പിന്നെ നമ്മുടെ നാട്ടിലെ പൂഞ്ഞാറുള്ള പുന്നാര മോനായിട്ടുള്ള പബ്ലിക് കോസറ്റ് PC ജോർജ് ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും താഴെയാട MLA-മാരും SNDPയും SSSും NSSും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. ജനവികാരം മാനിച്ചിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധരോട് കർണാടകയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒന്നും ഹൈക്കമാൻഡ് ചെവി കൊടുക്കാത്ത ജനവികാരത്തിന് കേരളത്തിൽ മാത്രം ചെവി കൊടുക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് അത്തരത്തിലുള്ള ഒരു പരമ പൂമോൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അനൂപ് ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൽപ്പൻ, അങ്ങനെ തന്നെ പറയണം, കാരണം അൽപ്പന് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അവന് നന്നാക്കി കൊടുക്കുമെന്ന് ചോദിച്ച് കോൾ എനിക്ക് വരെ വന്നിട്ടുണ്ട്. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആ അൽപ്പന് വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ഇടുമെന്ന് ചോദിച്ചു. ഞങ്ങൾ എത്രയും കാശ് എറിയാം എന്നായിരുന്നു അന്ന് BJP-ക്കാർ നമ്മളെ കോൾ ചെയ്തൊന്നും പറഞ്ഞിട്ട്. അപ്പം ആ അനൂപ് ആന്റണി എന്ന് പറഞ്ഞിട്ട് അൽപ്പനിട്ട പോസ്റ്റ്, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാണെങ്കിലും തീരുമാനിക്കുന്നത് ഡൽഹിയിലെ ഹൈക്കമാൻഡും കാര്യങ്ങളൊന്നുമില്ല, അത് മുസ്ലിം ലീഗ് ആണെന്നും പറഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റ്. പിന്നെ നമ്മുടെ സ്ഥിരം ഉള്ളിസുര, അതായത് കേരളത്തിലെ വിഷകല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ വിഷപ്പാമ്പായിട്ടുള്ള സുര പറഞ്ഞത് ഹൈക്കമാൻഡ് സാദിഖ് അലി തങ്ങളുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറിൻ്റെയും ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ എന്നും പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഈ പറഞ്ഞ ആ വൃത്തികെട്ടവൻ ഇട്ടത്. പിന്നെ BJP-യുടെ കേരള പേജ് തന്നെ വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് കേരള മുസ്ലിം ലീഗ് ആയിരിക്കും ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നതെന്നും പറഞ്ഞിട്ട്. പിന്നെ ക്രിസംഗികളുടെ ഏറ്റവും 3rd റേറ്റ് ബാൻ ചാനലായിട്ടുള്ള കാസ കണ്ണൂർ മതം ജയിച്ചു മതേതരത്വം തോറ്റു. ഇവനൊക്കെ രാജ്യത്ത് നടക്കുന്ന കുത്തിത്തിരിപ്പുകളും കുന്നായ്മകളും ചെറ്റത്തരങ്ങൾക്കും പടിവെച്ച് അവന്മാരുടെ ആസനം നക്കി ജീവിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അടുത്തത് പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു പരമസംഗീട്ട മറ്റൊരു പോസ്റ്റ്, ഹൈക്കമാൻഡ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുമ്പിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റ്. അത് കഴിഞ്ഞ് യുവരാജ് ഗോകുൽ, ഇവനൊക്കെ ഞാൻ പറഞ്ഞു, ഇവനൊക്കെ ഉണ്ടാക്കണോ ചിന്തിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ നമ്മുടെ കേരള മന്ത്രിസഭയിലുണ്ട്. അപ്പം ഈ യുവ അടിമ സംഘി ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയിൽ ആദ്യ മുഖ്യമന്ത്രി. പിന്നെ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുകുമാരൻ നായർ, ഇങ്ങനെ കുറേ എണ്ണം, ഞാൻ ജസ്റ്റ് കുറച്ചെണ്ണം കാണിച്ചു തന്നുള്ളൂ. അപ്പം ഇവനൊക്കെ പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഈയൊക്കെ കാണുന്നതിന് മുമ്പ് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ നല്ല വൃത്തിക്ക് ഭരണവും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാട്ടങ്ങൾ വന്ന് ഇങ്ങനത്തെ പലതും പറയും. എന്നോട് കുറേ പേര് ചോദിച്ചു ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യണോ നമ്മുടെ വീഡിയോയിൽ. പക്ഷേ സംഖ്യകളെ പറയണമെങ്കിലുണ്ടല്ലോ ഏറ്റവും മിനിമമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അപ്പുറത്തെ വാക്കുകൾ യൂസ് ചെയ്യണം ശരിക്കും. പക്ഷേ ഏറ്റവും മിനിമലി നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വേറെ ഒന്നും വിചാരിക്കുന്നത്, മറ്റ് വീഡിയോയിലൊന്നും ഞാനതങ്ങനെ പറയാറില്ല. പക്ഷേ സംഖ്യകളെ ഞാൻ പറയും, പച്ചക്ക് പറയും, കാരണം പച്ച തീട്ടങ്ങളാണ് വന്നത്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം ലീഗ് ഇവിടെ ഭരിക്കും, കേരളം ടീം UDF ഭരിക്കും, കൂട്ടത്തിൽ ലീഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കും, ലീഗിൻ്റെ മന്ത്രിമാരുണ്ടാവും. എല്ലാം നിങ്ങൾ കണ്ട് തന്നെ കുരുപൊട്ടി ചൊറിഞ്ഞ് അവിടെ കിടന്ന് നിൻ്റെ ശാഖയിൽ കുണ്ടനടിച്ച് ആ കഴപ്പങ്ങ് എടുത്ത് തീർക്കുക. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല ഇവിടെ, കേട്ടോ.